നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെൻഫോൺ മാക്സ് പ്രോ M2 ആണ്. നമ്മളെ ചാനലിൽ ആസ്യൂസ് സെൻഫോൺ മാക്സ് M1ൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M1ൻ്റെ റിവ്യൂസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഉറപ്പായിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2ൻ്റെ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത് ഒരു ഫസ്റ്റ് ലുക്ക് നോക്കാൻ പോവാണ്. അൺബോക്സ് ചെയ്യാനായിട്ടൊന്നുമില്ല, ഇത് അൺബോക്സ് ചെയ്തൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് 4 GB റാമാണുള്ളത്, 64 GB സ്റ്റോറേജാണുള്ളത്, LTE ഡുവൽ സിം ആണ്, 6.3 ഫുൾ HD ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 13 MP ആൻഡ് 12 MP പ്ലസ് 5 MP ഒരു ഡുവൽ ക്യാമറയാണുള്ളത്. 5000 mAh ആണ് എൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ഇതിനകത്ത് ഇവർ ഏറ്റവും കൂടുതൽ ഇതിനെ പറയുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഡ്യൂറബിലിറ്റിയാണ് ഇവർ പറയുന്നത്. അതായത് ഏറ്റവും നാൾ നിലനിൽക്കുന്ന ഒരു ഫോൺ എന്നുള്ള നിലയ്ക്കാണ് ഇവർ ആസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M1 ഇറക്കിയത്, ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഇതൊരു അൺബോക്സ് ചെയ്ത യൂണിറ്റാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നമുക്കിതൊന്ന് നോക്കാം. ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ഒരു ഒരു പാക്കിൽ ഒരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സിലിക്ക ജെൽ നമ്മുടെ ഒരു കവർ വരുന്നുണ്ട്. സിം ഇജക്ഷൻ ടൂളാണെന്ന് തോന്നുന്നു. ഒരു സ്റ്റിക്കറും വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ തന്നെയാണ് അവിടെ വരുന്നത്. ഫോൺ നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ ചാർജർ വരുന്നുണ്ട്. അതായത് 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള അഡാപ്റ്ററും അതിൻ്റെ USB കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. നമുക്കിത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഫോണൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് 2x ബെറ്റർ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 കണ്ടോ, നോൺ റിമൂവൽ 5000 mAh ബാറ്ററി. പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 660 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫോൺ. ഓവറോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നത് എനിക്ക് ഇത്രയും വെച്ച് നോക്കുന്ന സമയത്ത് ഫിസിക്കലി പറയുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ M1ൻ്റെ അത്ര തന്നെയാണ് ഇതിൻ്റെ വെയിറ്റും ഉള്ളത് കേട്ടോ. M1നെക്കാളും ലൈറ്റ് വെയിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഓണാക്കി നോക്കാം. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഡുവൽ ക്യാമറ സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഇല്ല. നമുക്കിനി ആസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഫസ്റ്റ് ബൂട്ടപ്പാണ്. ഫസ്റ്റ് ബൂട്ടപ്പ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൂട്ടപ്പ് നോക്കാം. എനിക്ക് കുറച്ച് നല്ലൊരു ഫാസ്റ്റ് ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു സ്പീഡ് വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മുടെ ആദ്യത്തെ ഒരു ബൂട്ടപ്പ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സ്പീഡായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇതിലേക്ക് കയറിയിട്ടുണ്ട്. പ്രിറ്റി ഗുഡ്. നമ്മുടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. M1ൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആ ഒരു UI ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. നമുക്ക് ക്യാമറ ഒന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. ക്യാമറ ലോഞ്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ട്യൂട്ടോറിയൽസ് കാണുന്നുണ്ട്. ക്യാമറ കുറച്ചുകൂടി സർപ്രൈസിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി എന്തോ എനിക്ക് ക്യാമറയുടെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഫോക്കസ് ആവുകയും കുറച്ചുകൂടി ക്വാളിറ്റിയും കുറച്ചുകൂടി നല്ല 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 ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയുടെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ക്യാമറ എന്ന് പറയുന്നത് വളരെ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി ക്യാമറ അടിപൊളിയാണ്. ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് അടിപൊളി. M1ലെ ക്യാമറയുടെ കാര്യം ഞാൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അറിയത്തില്ല എന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ ക്യാമറ അത്ര അപ്രിഷ്യേറ്റബിൾ അല്ലായിരുന്നു. പക്ഷേ ഇതിൽ നോക്കുന്ന സമയത്ത് ക്യാമറ ഭയങ്കര ഒരു ഡിഫറൻസ്, ക്യാമറ ഭയങ്കര ഒരു ക്വാളിറ്റി. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ അല്ലെങ്കിൽ വേറൊരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ, ബാക്കി ഒന്നും ഫോക്കസ് ആവുന്നില്ല. നല്ലൊരു ക്വാളിറ്റി ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ക്യാമറ ഒരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഫ്രണ്ട് ക്യാമറ കുറച്ചുകൂടി ഷാർപ്പനായി ഓവർ ഷാർപ്പനഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ലൈറ്റ് ആക്കാമായിരുന്നു. എൻ്റെ ഒരു പ്രിഫറൻസാണ് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് ഓവറായിട്ട് ഷാർപ്പനായി പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും എബൌട്ട് ഫോൺ ഒന്ന് നോക്കാം. എബൌട്ട് ഫോൺ നോക്കുന്ന സമയത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഓറിയോ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒരു സെക്കൻഡ്. നമ്മുടെ ആൻഡ്രോയിഡ് ഓറിയോ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ആൻഡ്രോയിഡ് ഓറിയോയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രൈവസി സെറ്റിങ്സ് അങ്ങനെ കുറേ സെറ്റിങ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇത് ഓടുന്ന ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 8.0 ഓറിയോയിലാണ്. നമുക്ക് ഇനിയും അപ്ഡേറ്റ്സ് വരും. കാരണം 2019 റീസെൻ്റ്ലി അല്ലെങ്കിൽ 2019 തുടക്കത്തിൽ ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ട് നിന്നൊരു ഡിവൈസാണല്ലോ Azus Zenfone Max Pro M2. അപ്പോൾ ഇനിയൊരു അപ്ഡേഷൻ വരാണ്ടിരിക്കത്തില്ല. എനിവേ എനിക്കിതിൻ്റെ അകത്ത് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു നോച്ച് തന്നെയാണ്. പൊതുവേ എനിക്ക് ഇങ്ങനത്തെ നോച്ചുള്ള ഫോണുകൾ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതാണ്. ഇങ്ങനെയുള്ളൊരു നോച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ അതേ ഒരു തിക്നെസ് തന്നെ അവിടുത്തെ ആ ഒരു വലിയൊരു നോച്ചിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ അതിൻ്റെ ഡെവലപ്പേഴ്സ് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് തന്നെ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ വലിയൊരു കംപ്ലൈനിങ് ആയിട്ടുള്ളൊരു കാര്യമല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഇതൊന്നും എടുക്കാറില്ല. അങ്ങനത്തെ നോച്ചുള്ള ഡിവൈസസ് ഒന്നും എടുക്കാറില്ല. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇത് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് എൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ടാവും. ഇതിൻ്റെ കുറച്ച് ഫസ്റ്റ് ലുക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാമറ കമ്പാരിസണൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ഓറിയൻറ്റഡ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോൺ എന്നാണ് ഈ ഒരു ഫോൺ പറയപ്പെടുന്നത്. എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.